ഹലോ ഗൈസ്, വെൽക്കം ടു കോഡിംഗ് ആശാൻ. നിങ്ങളെല്ലാവരും ബ്രോട്ടോടൈപ്പ് എന്നുള്ള ടാഗ് ലൈൻ കൊണ്ടായിരിക്കണം ഈ വീഡിയോ കാണുന്നത്. അതിൽ തന്നെ ഫുമിഗേഷൻ എന്നുള്ള പേര് കൊണ്ടായിരിക്കണം നിങ്ങൾ ഭൂരിഭാഗം പേരും ഈ വീഡിയോ കാണാൻ തന്നെ ഇടയായത്. നിങ്ങൾ എത്തിയിരിക്കുന്നത് കറക്റ്റ് പ്ലേസിലോട്ടാണ്. നമ്മളിന്നിവിടെ ബ്രോട്ടോടൈപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും ഫുമിഗേഷനെ കുറിച്ചും ഫുമിഗേഷൻ പീരീഡിനെ കുറിച്ചും മോക്കിനെ കുറിച്ചും ഫുമിഗേഷൻ എക്സാമിനെ കുറിച്ചും അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും ഒന്ന് ബ്രീഫായിട്ട് പറയാൻ പോവുകയാണ്. ബ്രോട്ടോടൈപ്പിലൂടെ പ്രോഗ്രാമിംഗ് ജേണി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ 100% ഹെൽപ്ഫുൾ ആവുന്നുള്ളത് ഷുവറാണ്. പരമാവധി കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ച് ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. ഞാൻ അതിനെക്കുറിച്ച് പുതിയ വീഡിയോ ചെയ്യാവുന്നതാണ്. ലൈക്ക് ഫീനെ കുറിച്ചോ പേയ്മെൻറ്റിനെ കുറിച്ചോ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്നാലും ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഫീസിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ച്. സോ നമ്മൾ കൂടുതൽ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ബ്രോട്ടോടൈപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ച് എല്ലാവരും അറിയട്ടെ. സോ ലെറ്റ്സ് റോൾ. സോ ഗൈസ്, നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെ ബ്രോട്ടോടൈപ്പിൽ എത്തി എന്നുള്ളതും എനിക്ക് ഫുമിഗേഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. സോ ഗൈസ്, നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെ ബ്രോട്ടോടൈപ്പിൽ എത്തി എന്നുള്ളതും എനിക്ക് ഫുമിഗേഷൻ ഉണ്ടായപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ഒക്കെയാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. ബ്രോട്ടോടൈപ്പ് ക്രോസ് റോഡ്സ് ആയിരുന്ന സമയം മുതലേ ഞാൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ബ്രോട്ടോടൈപ്പ് ആണ് എനിക്ക് ഈ കോഡിങ്ങിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി തന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബ്രോട്ടോടൈപ്പിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. വൈകാതെ തന്നെ അവരുടെ നിന്ന് എനിക്കൊരു കോൾ വന്നു. ആ കോളിൽ ബ്രോട്ടോടൈപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവർ പറയുന്നു ഒരു വീഡിയോ അറ്റൻഡ് ചെയ്യണം, ഒരു വീഡിയോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നു. ഒരു വീഡിയോ കോൾ ഇൻ്റർവ്യൂ ആക്ച്വലി. അപ്പോൾ അതിന് ഒരു 3 hour വർക്ക്ഷോപ്പ് ഉണ്ടാവില്ല. 3 hour വീഡിയോ. ഒരു മൂവി കാണുന്ന ടൈം കൊണ്ട് നിങ്ങൾ പലവരും പരസ്യം കണ്ട് കാണും. ഒരു മൂവി കാണുന്ന ടൈം കൊണ്ട് നിങ്ങൾ കോഡിങ് പഠിച്ചാലെന്നുള്ളത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആ വീഡിയോ കാണാൻ അവർ സജസ്റ്റ് ചെയ്തു. സോ ഞാൻ അങ്ങനെ ആ വീഡിയോ കണ്ടു. എനിക്ക് ആൾറെഡി കോഡിങ്ങിനെ കുറിച്ച് ബേസിക്സ് ഒക്കെ അറിയായിരുന്നു. അതായത് പാറ്റേൺസിനെ കുറിച്ചും അറേനെ കുറിച്ചും അതുപോലെ ഡാറ്റ ടൈപ്സ് ലൂപ്സിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ ഐഡിയാസ് എനിക്ക് ഉണ്ടായിരുന്നു. സോ അവർ ആ വീഡിയോ കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആക്ച്വലി ഞാൻ ആൾറെഡി ബേസിക്സ് അറിയായിരുന്നു. അപ്പോൾ നേരിട്ട് വീഡിയോ കോൾ ഇൻ്റർവ്യൂവിലോട്ട് ഞാൻ പോവുകയായിരുന്നു. അങ്ങനെ വീഡിയോ കോൾ ഇൻ്റർവ്യൂവിൽ നേരെ അവർ ചോദിച്ചത് ഡാറ്റ ടൈപ്സിനെ കുറിച്ചും അതുപോലെ ലൂപ്സിനെ കുറിച്ചൊക്കെയാണ്. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ബ്രോട്ടോടൈപ്പിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫുമിഗേഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു 15,000 അതായത് 15,000 രൂപ പേയ്മെൻറ്റ് നടത്തണമെന്ന് പറഞ്ഞു. സോ ഞാൻ ആ 15,000 രൂപ പേയ്മെൻറ്റ് നടത്തി. അതിനുശേഷം എനിക്കൊരു ഫോമിൻ്റെ ലിങ്ക് അവർ അയച്ചു തന്നു. ഈ ഫോമിൽ ഞാൻ ഫില്ല് ചെയ്തു. ഏത് ബാച്ചിലോട്ടാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് ചോദിച്ചു. ഞാൻ നവംബർ ബാച്ചിലോട്ട്, അതായത് നെക്സ്റ്റ് മന്ത് ആയില്ല, നവംബർ ബാച്ചിലോട്ടാണ്, അതായത് 2024 നവംബർ ബാച്ചിലോട്ടാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ അതായത് സെപ്റ്റംബറിൽ, അതായത് കഴിഞ്ഞ മാസം സെപ്റ്റംബറിലാണ് എനിക്കൊരു കോൾ വന്നത്. നെക്സ്റ്റ് ഒരു ഫുമിഗേഷൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാണ്ട്. സോ ഞാൻ ഒബ്വിയസ്ലി താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഫുമിഗേഷൻ്റെ ഒരു 14 ദിവസത്തെ പീരീഡിന് മുമ്പ് ഒരു 3 ദിവസത്തെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ 3 ദിവസത്തെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഗൂഗിൾ മീറ്റ് സെഷനാണ്. അത് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ ആയിക്കോട്ടെ, അത് ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യണം. ഈ 14 ദിവസത്തെ ഫുമിഗേഷൻ പീരീഡിൽ ഒറ്റ ആബ്സെൻസ് വരാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു ഓൾറെഡി. സോ എന്താണ് ആ 3 ദിവസത്തെ വർക്ക്ഷോപ്പിൽ നടന്നത്? ആ 3 ദിവസത്തെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ മോട്ടിവേഷൻ, നമ്മളെ പരമാവധി എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മോട്ടിവേഷൻ നമുക്ക് ഒരു വാരിക്കോരി തരിക എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ആ ഒരു 3 ദിവസത്തെ വർക്ക്ഷോപ്പിൽ നടന്നത്. പിന്നെ ബ്രോട്ടോടൈപ്പിൻ്റെ ബ്രോക്യാമ്പിനെ കുറിച്ചും അതിന് ഫീസിനെ കുറിച്ചും അങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും പ്ലേസ്മെൻറ്റിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആ 3 ദിവസത്തെ വർക്ക്ഷോപ്പിൽ പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ 14 ദിവസത്തെ ഫുമിഗേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്തു. 14 ദിവസത്തെ ഫുമിഗേഷൻ പീരീഡ് പ്രത്യേകം എന്താ വെച്ചാൽ ഫസ്റ്റത്തെ 7 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മോക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സെഷൻ ഉണ്ടാവും. അതായത് ഫുമിഗേഷൻ ടെസ്റ്റ് മാതിരി തന്നെ മോക്ക് ടെസ്റ്റ്, സെയിം ഒരു വ്യത്യാസമില്ല, സെയിം മാതിരി തന്നെ. ഒരു നമ്മളിപ്പോൾ ഈ മോഡൽ എക്സാം എന്നൊക്കെ പറയില്ലേ, ഈ SLC ഒക്കെ പരീക്ഷയ്ക്കൊക്കെ മോഡൽ എക്സാം പറയുന്ന മാതിരി തന്നെ മോക്ക് ഇൻ്റർവ്യൂ, മറ്റേത് ഫുമിഗേഷൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞാൽ നമുക്കൊരു മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഈ 7 ദിവസം കഴിഞ്ഞ് മോക്ക് ഇൻ്റർവ്യൂവിൽ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രോഗ്രാമിലോട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ ഫുമിഗേഷൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഇവരുടെ ഒരു സിസ്റ്റം കിടക്കുന്നത്. സോ ഞാൻ ഒബ്വിയസ്ലി എന്ത് ചെയ്തു, മോക്കിൽ തന്നെ പാസ്സാവാമെന്ന് വിചാരിച്ചു. ഫുമിഗേഷനിൽ കയറി ഫുമിഗേഷൻ അറ്റൻഡ് ചെയ്ത് തുടത്തി. അപ്പോൾ ഫുമിഗേഷൻ ഫസ്റ്റത്തെ 7 ദിവസത്തെ പീരീഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ദിവസം കോഡിംഗ് സെഷന്, ടെക്സ്റ്റ് സെഷന്, രണ്ടാമത്തെ ദിവസം കമ്മ്യൂണിക്കേഷൻ സെഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ടീമിനെ നയിക്കുമ്പോഴൊക്കെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കമ്മ്യൂണിക്കേഷൻ സെഷനും ഇവർ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സോ ഒരു ദിവസം കോഡിംഗ് സെഷൻ അല്ലെങ്കിൽ ഒരു ദിവസം ടെക്നിക്കൽ സെഷൻ ആണെന്ന് വെച്ചാൽ മറ്റു ദിവസം കമ്മ്യൂണിക്കേഷൻ സെഷൻ. അങ്ങനെയാണ് ഒരു ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇങ്ങനെ മാറിയിട്ടാണ് ഇത് 7 ദിവസം പോയത്. സോ മെയിനായിട്ട് നമ്മൾ ഈ ഫുമിഗേഷനിൽ അല്ലെങ്കിൽ ഈ മോക്കിലൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു 7 ദിവസം കൊണ്ട് തന്നെ കിട്ടും. മെയിനായിട്ട് നമുക്ക് ഈ ഫുമിഗേഷനെ ഒരു 4 പാർട്ട് അല്ലെങ്കിൽ 3 പാർട്ടാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്.
ഞാൻ 3 പാർട്ട് പറയാൻ കാരണം ഒരു സെഷൻ എന്ന് പറയുന്നത് കോഡിംഗ് സെഷന്, രണ്ടാമത്തത് ഊപ്പ് സെക്ഷന്, മൂന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ സെഷന്. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ഫുമിഗേഷനും തരം തിരിച്ചിട്ടുള്ളത്. അതിൽ ഈ കോഡിംഗ് സെഷനാണ് ഈ അറേയും പാറ്റേണും. അപ്പോൾ ഒരു അറേ നമുക്ക് ഒരു പാറ്റേൺ നമുക്ക് തരും. ആ പാറ്റേൺ ഒരു സ്റ്റാർ പാറ്റേൺ ഒക്കെ ആയിരിക്കും. അത് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ പറയും. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ ഫസ്റ്റത്തെ ഫുമിഗേഷനിൽ, അതായത് ഫസ്റ്റ് ഫുമിഗേഷൻ ഒരാൾക്ക് മാക്സിമം 15,000 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് 3 ചാൻസാണ് കിട്ടുക ഈ ഫുമിഗേഷൻ അറ്റൻഡ് ചെയ്യാൻ. അതിൽ മോക്കും ഫുമിഗേഷനും കൂട്ടുകയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് 6 ചാൻസ് കിട്ടും. അതായത് ഒരു മോക്കും ഒരു ഫുമിഗേഷനും. അങ്ങനെ മോക്കിൽ ജയിച്ചാൽ തന്നെ നമുക്ക് ബ്രോ ക്യാമ്പിൽ എൻ്റർ ആവാം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലോ. സോ ഒരാൾക്ക് മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ 6 ചാൻസ് കിട്ടും. അതിൽ ഫസ്റ്റത്തെ എൻ്റെ മോക്കിൽ ഞാൻ ഫെയിലായി. ഞാൻ പാറ്റേൺ, എനിക്ക് ഈ ഒരു പാറ്റേണാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ പാറ്റേൺ കൂടെ കൊടുക്കാം. ഈ ഒരു പാറ്റേണാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഈ പാറ്റേൺ എനിക്ക് കിട്ടി. പക്ഷേ എനിക്ക് ചോദിച്ച അറേ അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ അറേൻ്റെ ക്വസ്റ്റ്യനും ഞാനിവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോടെയും കൊടുക്കുക. അറേ എനിക്ക് കിട്ടിയില്ല. സോ ഒബിയസ്ലി കോഡിംഗ് റൗണ്ട് പാസ്സാവാതെ നമുക്ക് ഊപ്സ് റൗണ്ടിലോട്ട് കടക്കാൻ കഴിയില്ല. ഞാനപ്പോൾ അവിടെ ഫെയിലായി. സോ ഞാൻ മോക്കിൽ ഫെയിലായി. എനിക്കറിയാം 7 ദിവസം കഴിഞ്ഞാൽ ഫുമിഗേഷൻ ഉണ്ടാവും, അതിലെങ്കിലും പാസ്സാവാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം തന്നെ ഒരു ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് വീണ്ടും വരും. നമ്മളൊരു ഗ്രൂപ്പിലോട്ട് ആഡ് ആക്കണ്ടോ ഈ ഫുമിഗേഷൻ്റെ പീരീഡിലൊക്കെ നമ്മളൊരു ഗ്രൂപ്പിലോട്ട് ആഡ് ആക്കി വരും. ടെലഗ്രാം ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പ് പരമാവധി എല്ലാവരും സ്വന്തം പേരിനെ കൊടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മൾ ഗ്രൂപ്പിലോട്ട് ആഡ് ആക്കും. ഈ ഗ്രൂപ്പിലൂടെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ ഈ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ആയിരിക്കും ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുക. അതായത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക, എപ്പോഴൊക്കെയാണ് ടെക്നിക്കൽ സെഷൻ ഉണ്ടാവുക, എപ്പോഴൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ സെഷൻ ഉണ്ടാവുക, അങ്ങനെ ഈ ഫുമിഗേഷനെ കുറിച്ച് ഡൗട്ടുകൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഈ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയാണ്ടാവുക. നമ്മുടെ ബാച്ചിൻ്റെ നെയിമായിരിക്കും ആ ഗ്രൂപ്പിൻ്റെ പേരുണ്ടാവുക. ഞാൻ ഇപ്പോൾ F112 എന്ന് പറയുന്ന ബാച്ചിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതായത് F112, അത് ഫുമിഗേഷൻ 112 എന്ന ബാച്ചിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. സോ ഫസ്റ്റ് വീക്ക്, അതായത് ഈ മോക്കി അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ടാസ്കുകളൊക്കെ അവർ തരും, വീക്കിലി ടാസ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ സിമ്പിൾ ടാസ്കുകളാണ്. അതൊക്കെ പ്രോഗ്രാമിനെ കുറിച്ച് ബേസിക്സ് ഐഡിയാസ് ഒക്കെ ഉള്ളവർക്ക്, അതായത് ഈ കോഡിങ്ങിനെ കുറിച്ച് ബേസിക്സും കുറച്ച് ഇൻ്റർമീഡിയറ്റ് ലെവൽ ഐഡിയാസ് ഒക്കെ ഉള്ളവർക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കുന്ന കുറച്ച് ടാസ്കുകളായിരിക്കും അവർ തരിക. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയോ? അതെ, ഞാൻ മോക്ക് ഫെയിലായ കാര്യമാണ് പറഞ്ഞത്. സോ മോക്ക് ഫെയിലായിട്ട് പിറ്റേ ദിവസം തന്നെ എനിക്കൊരു കോൾ വരുന്നു, ഒരു മീറ്റിംഗ് ലിങ്ക് വരുന്നു. ആ മീറ്റിംഗ് ലിങ്കിൽ ഞാൻ കയറി അറ്റൻഡ് ചെയ്യുന്നു. മീറ്റിൽ പറയുന്നു നിങ്ങൾ ആൾറെഡി പാറ്റേൺ പാസ്സായതാണ്. അറയിൽ പാറ്റേൺ കോഡിംഗ് റൗണ്ടിൽ രണ്ടെണ്ണം പറഞ്ഞു, അറയും പാറ്റേണും. ഞാൻ ആൾറെഡി പാറ്റേണിൽ പാസ്സായി എന്ന് പറഞ്ഞു. സോ എനിക്ക് ഒന്നെങ്കിൽ ഇനി പാറ്റേൺ അറ്റൻഡ് ചെയ്യാതെ തന്നെ നെക്സ്റ്റ് ഫുമിഗേഷൻ വരുമ്പോൾ അറയും ഊപ്സും കമ്മ്യൂണിക്കേഷനും മാത്രം അറ്റൻഡ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ അറ്റൻഡ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ PAP, അതായത് പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ്, പലവരും അതിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവും. PAPക്ക് പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ്, അതായത് ജോലി കിട്ടിയതിന് ശേഷം പൈസ അടച്ചാൽ മതി എന്നുള്ളൊരു ഇത്. അപ്പോൾ അതിന് എലിജിബിൾ ആവില്ല. അതായത് നമ്മളിപ്പോൾ ഒരു മോക്കിൽ ജയിച്ചിട്ട് അത് പിന്നെ ഫുമിഗേഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നാൽ അതിന് എലിജിബിൾ ആവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്കും PAPക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പാറ്റേൺ ജയിച്ചില്ല. ഇനിയിപ്പോൾ അത് ആദ്യമൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട ആ റിസ്ക്കില്ലാതെ അറയും ഊപ്സും മാത്രം പഠിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, പാറ്റേൺ ഒഴിവാക്കി അറയും ഊപ്സും മാത്രം അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ ഫസ്റ്റത്തെ മോക്കിലാണ് ഞാൻ പാറ്റേൺ നല്ലോണം പഠിച്ചിരുന്നു, അറേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നത്തെ 7 ദിവസം, അതായത് പിന്നത്തെ ഫുമിഗേഷൻ്റെ ലാസ്റ്റത്തെ 7 ദിവസത്തിൽ ഞാൻ അറേ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ഒക്കെ ചെയ്തു. അപ്പോൾ ഊപ്സും എല്ലാം നോക്കാൻ സാധിച്ചില്ല എന്നോട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫുമിഗേഷനിൽ അറയിൽ പാസ്സായി, പക്ഷേ ഊപ്സിൽ ഫെയിലായി. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കുറേ പോയി. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, കോൺഫിഡൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും പഠിച്ചുകൊണ്ടിരുന്നു. സോ നെക്സ്റ്റ് വരുന്ന ബാച്ച് തന്നെ കയറാമെന്ന് വിചാരിച്ചു. സോ 1 വീക്കിന് ശേഷം ഞാൻ വീണ്ടും കോൺടാക്ട് ചെയ്തവരെ നെക്സ്റ്റ് ബാച്ച് തന്നെ കയറാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വേറെ ഗ്രൂപ്പിലോട്ട് റീ ഇൻ്റർവ്യൂ ബാച്ചാണ് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ തന്നെ ഏകദേശം കുറേ പേരുണ്ട് റീ ഇൻ്റർവ്യൂ ബാച്ചാണ് ഗ്രൂപ്പ്. സോ അതിൽ ഓരോ ദിവസവും ഓരോ ലിങ്കുകൾ വരും, ഓരോ ദിവസത്തെ ബാച്ചുകൾ തുടങ്ങുന്നതനുസരിച്ച്. അങ്ങനെ ഞാൻ F129 എന്ന് പറയുന്ന ബാച്ചിൽ കയറി. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ പിന്നെയും പഠിച്ച് ഒരു ടൈം ടേബിളൊക്കെ വെച്ചു ഞാൻ. അതായത് പാറ്റേൺ കുറച്ച് നേരം, ഒരു ദിവസം നോക്കുമ്പോൾ പാറ്റേൺ ഇത്ര നേരം, അറേക്ക് ഇത്ര നേരം, ഊപ്സിന് ഇത്ര നേരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പഠിച്ചു. അങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. ആക്ച്വലി ഞാനിപ്പോൾ ഇന്നലെ യെസ്റ്റർഡേ, അതായത് 17 ഒക്ടോബറിനാണ് ഞാൻ എൻ്റെ മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അതായത് ഫുമിഗേഷൻ അല്ല, ആലോചിക്കണം, മോക്ക് തന്നെ ഞാൻ പാസ്സായി. മോക്കിൽ എനിക്ക് ചോദിച്ച പാറ്റേണിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുക്കാം, അതുപോലെ അറൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എവിടെയൊക്കെ കൊടുക്കാം, നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പിൽ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചും പ്രോട്ടോടൈപ്പിൻ്റെ ഫുമിഗേഷനെ കുറിച്ചും ഒക്കെ ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി. എന്തിനെ കുറിച്ചും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ആക്കി തരാം. പിന്നെ ഫുമിഗേഷൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ദിവസം രാവിലെ എക്സാം തുറത്തും, 9:30 തുറത്തും. അപ്പോൾ എൻ്റെ ബാച്ചിൽ 2 ബാച്ചിന് ഞാൻ 2 ബാച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഫുമിഗേഷൻ 1ലും 2ലും. അതിൽ ഞാൻ രണ്ടാമത്തേൽ മോക്കിലാണ് പാസ്സായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം ഒരു 30 ആൾക്കാരോളം ഉണ്ടാവും ഒരു ബാച്ചിൽ. സോ എൻ്റെ പേര് ഷംവീൽ എന്നായതുകൊണ്ട് ഞാൻ ഏകദേശം ലാസ്റ്റ് ആയിരുന്നു. സോ എന്ത് ചെയ്യുന്നു, ഓരോരുത്തരെ മീറ്റിങ്ങിനെ കഴിയുന്ന ഒരു ഫുമിഗേഷൻ്റെ പീരീഡ് ഫുമിഗേഷൻ തുടങ്ങിയിട്ട് ഒരു 2 മണിക്കൂറിനൊക്കെ ശേഷമാണ് എൻ്റെ ഒരു ടെസ്റ്റ് ആയത്, കോഡിംഗ് റൗണ്ട് ആയത്. സോ ഫസ്റ്റ് എന്ത് ചെയ്തു, കോഡിംഗ് റൗണ്ട് ആക്കണം, ഒരു ഗൂഗിൾ മീറ്റ് ഇട്ട് തരും. നമ്മളെ സ്ക്രീൻ ഷെയർ ചെയ്യേണ്ടി വരും. നോട്ട് പാഡിലായിരിക്കും നമ്മൾ കോഡ് ചെയ്യേണ്ടത്. അപ്പോൾ പലരും കോഡ് എഡിറ്ററിൽ, അതായത് VS കോഡ്, ഓൺലൈൻ കമ്പൈലർ, GDB, അതിലൊക്കെ കോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ടാവും.
അപ്പോൾ അവരൊക്കെ ഈ ഓട്ടോമാറ്റിക് നമുക്ക് സജഷൻസ് വരും. ഒരു പി എന്നടിച്ചാൽ തന്നെ പ്രിൻ്റ് എഫ് ഓട്ടോമാറ്റിക് വരും. അപ്പോൾ അവർക്കൊന്നും ഈ ചിലപ്പോൾ ഇതിൻ്റെ ഒന്ന് സ്പെല്ലിംഗ് അറിയാത്ത മിസ്റ്റേക്ക് ഉണ്ടാവും, അങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പരമാവധി എല്ലാവരും ഈ ലോജിക്ക് എത്താൻ വേണ്ടിയിട്ട് നോട്ട് പാഡിലൊക്കെ ചെയ്ത് നോക്കുക. ഞങ്ങളൊക്കെ നോട്ട് പാഡിലൊക്കെ ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ നമുക്ക് കോഡിൻ്റെ ഒരു ബേസിക്സ് ആദ്യം തന്നെ ഒരു കോഡ് എങ്ങനെയാണ് നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതിനപ്പുറം പ്രോഗ്രാം എന്താ, അതായത് പല പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ട് ഒരു കാര്യമല്ല. പ്രോഗ്രാം എന്താണെന്ന് ആദ്യം പഠിക്കണം. അതായത് പ്രോഗ്രാമിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊന്നും അതിൻ്റെ ആ ഒരു പാറ്റേൺ, അതായത് ഒരു പാറ്റേൺ എടുക്കാൻ വെച്ചാൽ ആ പാറ്റേൺ എങ്ങനെ ഫോം ആയി എന്നുള്ളതും, ഒരു ലൂപ്പ് എടുക്കാൻ വെച്ചാൽ ലൂപ്പിൽ എന്തൊക്കെ നടക്കുന്നുള്ളൂ, അങ്ങനത്തെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ആദ്യം നിങ്ങൾ ഒരു ബേസിക്സ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു പാറ്റേൺ കിട്ടിയാലും അല്ലെങ്കിൽ ഏതൊരു അറേ കിട്ടിയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോഡിംഗ് സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഊപ്സ് സെക്ഷനാണ്. ഊപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജാവയിലാണ് ചെയ്യുക. അപ്പോൾ ഈ 100K കോഡിംഗ് ചാലഞ്ച് കണ്ടവർക്ക് ഊപ്സ് സെക്ഷനൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ വീണ്ടും അറിയാത്തവർക്ക് ഈ ജാവ ടീ പോയിൻറ്റ് അങ്ങനത്തെ ജാവേൻ്റെ കുറച്ച് സൈറ്റുകളൊക്കെ ഉണ്ടാവും. പിന്നെ ചാറ്റ് GPT ഒക്കെ ഉപയോഗിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഊപ്സിനെ കുറിച്ച് കിട്ടും. ഊപ്സ് ഒരു കോഡിംഗ് ഗ്രൗണ്ട് അല്ല ആക്ച്വലി. ഊപ്സ് ഒരു വൈവ സെഷനാണ്. അപ്പോൾ ഊപ്സിനെ കുറിച്ചും അല്ലെങ്കിൽ സി പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ കൂടുതൽ തിയറി ടേംസുകളൊക്കെ നിങ്ങൾക്ക് ആ ഒരു സെഷനിൽ അല്ലെങ്കിൽ ഊപ്സ് റൗണ്ടിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചോദ്യങ്ങളൊക്കെ അതായത് തീരെ കോഡിങ് ചെയ്യിക്കുന്നതെന്നല്ല, ഊപ്സിൻ്റെ കൺസെപ്റ്റുകളൊക്കെ ചെറുതായിട്ട് കോഡും ചെയ്യിപ്പിക്കും. അപ്പോൾ ആരും വല്ലാതെ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ കൂടുതൽ ടൈം അറേക്കും പാറ്റേണും കൊടുക്കുക, എന്നിട്ട് ഡെയിലി കുറച്ച് ടൈം ഊപ്സിനും കൊടുത്താൽ മതി. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ സെഷനാണ് കമ്മ്യൂണിക്കേഷൻ സെഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ സെഷനിൽ ആദ്യം തന്നെ ഫുൾ ഇംഗ്ലീഷിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സെഷനിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെക്കുറിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആദ്യം ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ച് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. എനിക്കറിയാം ഈ വീഡിയോസിൽ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ എനിക്കറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് കളയുക, അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാലും മതി. കമ്മ്യൂണിക്കേഷൻ സെഷനിൽ നിങ്ങൾക്ക് വേണ്ട ഈ എയ്ഡാളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു 14 ദിവസത്തെ ഫുമിഗേഷൻ പീരീഡ് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സെഷൻ എങ്ങനെ നടക്കുക അതിനെക്കുറിച്ച് പ്രാക്ടീസൊക്കെ നിങ്ങൾക്ക് ഈ 14 ദിവസത്തെ ഫുമിഗേഷനിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫുമിഗേഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ചിലർ ചോദിക്കും എങ്ങനെ ഈ ഫുമിഗേഷൻ പാസ്സാവുക, എങ്ങനെ ഈ പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ് കിട്ടുക, അതിനെക്കുറിച്ചൊക്കെ ചിലർ ചോദിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെ കിട്ടുക വെച്ചാൽ ഈ 3 റൗണ്ടിൽ പാസ്സായി കഴിഞ്ഞാൽ ഫുമിഗേഷൻ പാസ്സായി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 3 റൗണ്ടിന്, അതായത് കോഡിംഗ് റൗണ്ടിന് 40 മാർക്ക്, അതായത് അറേക്ക് 20 മാർക്കും പാറ്റേൺ 20 മാർക്കും പിന്നെ ഊപ്സ് റൗണ്ടിന് 10 മാർക്ക്, അങ്ങനെ ടോട്ടൽ ഈ കോഡിംഗ് റൗണ്ടിൽ മൊത്തം 50 മാർക്കും കമ്മ്യൂണിക്കേഷൻ സെഷനിൽ 50 മാർക്കും ഉള്ളത്. അങ്ങനെ ഈ കോഡിംഗ് റൗണ്ടിൽ ഈ 50 മാർക്കിനെ ഇവരെന്ത് ചെയ്യും, നേരെ 80%ആക്കും. 80% 80%ആക്കും. എന്നിട്ട് അതുമാതിരി കമ്മ്യൂണിക്കേഷൻ സെഷനിൽ 20% ആക്കും. ഈ കമ്മ്യൂണിക്കേഷൻ സെഷനിൽ 1 മാർക്ക് കിട്ടിയാൽ, അതായത് 20% 10% കിട്ടിയാൽ പാസ്സായി. അതായത് PAP അല്ലെങ്കിൽ QA റൗണ്ടിന് എലിജിബിൾ ആവും. QA റൗണ്ട് എന്താണെന്ന് ഞാൻ വൈകാതെ പറഞ്ഞുതരാം. അതേപോലെ ഈ കോഡിംഗ് സെഷനിലാണെങ്കിൽ 80% 60% മേലെ കിട്ടണം. അതായത് 80% ആക്കും മറ്റു പറഞ്ഞല്ലോ, അതിൽ 60% മേലെ കിട്ടണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ച് നല്ല രീതിക്ക് തന്നെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിനാണ് 7 സ്കോർ എന്നല്ല, 7 പോയിൻ്റ് എന്ന് പറയാം. അതായത് ഇതിൽ 60 മറ്റിൽ 1 പോയിൻറ്റും കിട്ടിയാൽ 7 പോയിൻ്റ് ആയി. അങ്ങനെ അതിൽ 60 മറ്റിൽ 10 കിട്ടിയാൽ 70 പോയിൻ്റ് ആയില്ലേ. അതിനാണ് നമ്മൾ ഈ 7 സ്കോർ എന്ന് പറയുക. അങ്ങനെ ഈ 7 സ്കോർ അച്ചീവ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഈ QA റൗണ്ടിന് എലിജിബിൾ ആവുള്ളൂ. ഓക്കെ, ഞാൻ ഇപ്പോൾ 2 ബാച്ച് അറ്റൻഡ് ചെയ്തു. ഈ 2 ബാച്ചിലും കൂടി പറയാനാണ് വെച്ചാൽ ഫസ്റ്റത്തെ ബാച്ചിൽ ഒരു 4 പേരും രണ്ടാമത്തെ ബാച്ചിലൊക്കെ 3 പേരൊക്കെ, ഈ 30 ആൾക്കാരിൽ 4-3 പേരൊക്കെ ഈ QA റൗണ്ടിൽ എലിജിബിൾ ആവുള്ളൂ. ആക്ച്വലി ഞാനും QA റൗണ്ടിൽ എലിജിബിളാണ്. ഈ QA റൗണ്ടിൽ ജയിച്ചാൽ മാത്രമേ നമുക്ക് വേണ്ട പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് PAP പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ് എന്നുള്ള ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആയിട്ടുള്ള EMI ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് 24 മാസം വരെ ഫുൾ പേയ്മെൻറ്റ് EMI ഓപ്ഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫുൾ പേയ്മെൻറ്റ് എത്രയാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഫുൾ പേയ്മെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ, അതായത് 7 മന്തിൻ്റെ കോഴ്സും ഉണ്ട്, 1 ഇയറിൻ്റെ കോഴ്സുണ്ട്. ഈ AI മെഷീൻ ലേണിംഗ് അങ്ങനത്തെ ഡാറ്റ സയൻസ് അങ്ങനത്തതൊക്കെ ഒരു 1 ഇയർ ടേമാണ്. അല്ലെങ്കിൽ മേൺ സ്റ്റാക്ക്, പൈത്തൺ ഫുൾ സ്റ്റാക്ക് അങ്ങനത്തെയൊക്കെ 7 മന്തുമാണ്. ഈ 7 മന്തിൻ്റെ കോഴ്സാണെങ്കിൽ 1.51 ലാക്ക്, അതായത് 1,51,000 പ്ലസ് GST എത്രയെന്നുള്ളതൊക്കെ അതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് മൊത്തം പേയ്മെൻറ്റിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി ചോദിച്ചാൽ മതി. പേയ്മെൻറ്റിനെ കുറിച്ചും പേയ്മെൻറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 1,51,000 പ്ലസ് GST ആണ് ടോട്ടൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആദ്യം തന്നെ 15,000 കിട്ടും. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പിന്നെ പേ ചെയ്യേണ്ടത്. പിന്നെ EMI ഓപ്ഷൻ ആണെച്ചെങ്കിൽ, അതായത് 24 മാസം EMI ആണെച്ചെങ്കിൽ അതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾ 1,81,000 പ്ലസ് GST കൊടുക്കേണ്ടി വരും. അത് പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ് റെഡി പൈസ കൊടുക്കുകയാണെങ്കിൽ മാത്രം. അല്ല, നിങ്ങൾ പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റിൽ മന്ത്ലി EMI അതിലും തന്നെ നിങ്ങളുടെ ജോബിൻ്റെ 20%
വെച്ച് പിടിക്കുമായിരിക്കും. നിങ്ങളുടെ ജോബിൻ്റെ സാലറിൻ്റെ 20% വെച്ച് പിടിക്കും. അണ്ടിൽ 3 ലക്ഷത്തിന് വരെയാണ് അവർ പിടിക്കുക. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കണക്ക് പ്രകാരം അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അത് നിങ്ങൾ വീഡിയോക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ QA റൗണ്ടാണ്. QA റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്ത കോഡിംഗ് റൗണ്ട്, അറേ, പാറ്റേൺ, ഊപ്സ്, കമ്മ്യൂണിക്കേഷൻ സെഷൻ, ഇതിൻ്റെ ഒക്കെ ഒരു മിക്സാണ് ഈ QA റൗണ്ട്. അവർക്ക് വേണ്ടതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഫുള്ള് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതൊക്കെ പാടെ ചോദിച്ച് ഈ QA റൗണ്ടിന് കൂടി എലിജിബിളായ മാത്രമേ നിങ്ങൾ പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ് എലിജിബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒന്നെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ EMI പേയ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ 3 തവണ വെച്ചുള്ള പേയ്മെൻറ്റ് അത് ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഫുൾ പൈസ എമൗണ്ട് കിട്ടുന്ന രീതിയിൽ അങ്ങനെയും ചെയ്യുക. അങ്ങനെ പല പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ വേറെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഓൾറെഡി. സോ നമ്മളെ ലക്ഷ്യം ഇപ്പോൾ ഫുമിഗേഷനും പ്രോട്ടോടൈപ്പിൽ ജോയിൻ ചെയ്തതിനെ കുറിച്ചൊക്കെയാണ്. സോ എൻ്റെ ഇപ്പോൾ ഇന്നലെയാണ് എൻ്റെ ഫുമിഗേഷൻ ഞാൻ പാസ്സായത്, അല്ലെങ്കിൽ മോക്ക് ഞാൻ പാസ്സായത്. സോ എനിക്ക് ഇനി ഫർദർ ഡീറ്റെയിൽസ് വരുന്നതനുസരിച്ച് ഞാൻ ഡീറ്റെയിൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്സും അതിൻ്റെ ഒരു പോരായ്മകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി എന്തൊക്കെയാണ് തിരുത്തേണ്ടത് നിങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്തിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഇനി ഒരു പുതിയ ചാനൽ തുടങ്ങിയാണ്, കോഡിംഗ് ആഷൻ എന്ന പേരിൽ. അപ്പോൾ നമ്മൾ ഇനി കൂടുതലായിട്ടുള്ള കോഡിംഗ് റിലേറ്റഡ് വീഡിയോസും, അതായത് പ്രോട്ടോടൈപ്പ് വീഡിയോസും, അതുപോലെ പ്രോട്ടോടൈപ്പിൻ്റെ ലൈഫും അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിൻ്റെ ജേണി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.